ഏറെ പ്രതീക്ഷയോടെ വിത്തിറക്കിയ കല്ലുമ്മക്കായ കൃഷിയുടെ വിളവെടുപ്പിനായി ഒരുങ്ങിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ കല്ലുമ്മക്കായ കർഷകർ. അതേസമയം പുഴയിലെ മലിനീകരണം കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഏറ്റവുമധികം കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നത്. ഇവിടങ്ങളിലെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് കല്ലുമ്മക്കായ കൃഷി. അതേസമയം ലഭിക്കുന്ന വിളവിനെക്കുറിച്ച് ആശങ്കയുള്ള കർഷകരും നിരവധിയുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും പുഴയിലെ ലവണാംശം കുറയുന്നതും മലിനീകരണത്തിന്റെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നതും കൃഷിയെ സാരമായി ബാധിക്കുന്നതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കല്ലുമ്മക്കായ കൃഷി ഇറക്കുമ്പോഴാണ് ഈ കക്ക നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കല്ലുമ്മക്കായിൽ നിന്നൊരു വിഷദ്രാവം മണ്ണിലേക്ക് കലരുന്നുണ്ടെന്നാണ് പഠന ഗവേഷണത്തിൽ അന്ന് പറഞ്ഞത്. ഇവിടെ പഠനം നടത്തിയിട്ട് അതാണ് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നല്ലോണം കക്ക വീണിട്ടുണ്ടായി മണ്ണിൻ്റെ അടിയിൽ. ഈ കല്ലുമ്മക്കായ കൃഷി ഇറക്കുന്ന അതെല്ലാം നശിച്ചു പോയി. ഇപ്പം എവിടെയും ഈ കക്ക കാണാൻ വരില്ല. ബേക്കൽ, കാസർഗോഡ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നും വിത്തുകൾ എത്തിച്ചാണ് മിക്കവരും കൃഷിയിറക്കിയത്. വിളവെടുക്കുന്ന കല്ലുമ്മക്കായ ഗോവ, മംഗലാപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ വിപണികളിലേക്കാണ് കൂടുതലും കൊണ്ടുപോവുക. കനത്ത ചൂടും കരവെള്ളം കയറിയതും മൂലം പോയ വർഷത്തിൽ വൻതോതിൽ വിളവുനാശം സംഭവിച്ചിരുന്നു. ജില്ലയുടെ തീരദേശങ്ങളിൽ കല്ലുമ്മക്കായ കൃഷി പ്രധാന വരുമാന മാർഗമാണെന്നിരിക്കെ ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ വിളവെടുപ്പിനായി കാത്തിരിക്കുന്നത്. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.